വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആനുവൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നടന്ന ഗണിതം മാത്തമാറ്റിക്സിൻ്റെ ആൻസർ കീയാണ്. അപ്പം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ദ ഗിഫ്റ്റ് എന്ന ഇതാണ്. എന്താ പറയണേ പറഞ്ഞിരിക്കുന്നത്? Jala Club conducted speech competition as part of the New Year celebration. 4 children were declared winners under various categories. Winners will be given 500 rupees each as gift. The currency notes which are to be placed in the gift covers are in the table. ഇനി നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ജ്വാല ക്ലബ്ബ് എന്ത് ചെയ്തു? ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. എന്തിൻ്റെ ഭാഗമായിട്ട്? ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്. അതിനകത്ത് 4 കുട്ടികൾ എന്ത് ചെയ്തു? വിന്നേഴ്സായി. പല കാറ്റഗറിയിൽ വിന്നേഴ്സായി. അപ്പോൾ വിന്നേഴ്സിന് എന്ത് ചെയ്യുന്നു? 500 rupees വെച്ചിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അപ്പം ദ കറൻസി നോട്ട് വിച്ച് ആർ ടു ബി പ്ലേസ്ഡ് ദ ഗിഫ്റ്റ് കവേഴ്സ് ആർ ഇൻ ദ ടേബിൾ. നമുക്ക് നോക്കാം ആർക്കൊക്കെ. അപ്പോൾ 100 rupee നോട്ട്സ് ഓൺലി. 100 rupees നോട്ട്സ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവന് 100 rupees, അവൻ്റെ കവറിൽ 500 rupees ആണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 rupees മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയായിരിക്കും? 5 into 100s അല്ലേ? ഓരോരുത്തർക്കും 500 rupees ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ 100 rupees മാത്രമേ ഉള്ളൂവെങ്കിൽ 5 100 rupees ആയാലാണ് എന്തുള്ളൂ? 500 ആവുള്ളൂ. അപ്പോൾ 5 into 100 500. ഇനി 10 rupees നോട്ട്സ് ഓൺലി. അടുത്ത രണ്ടാമത്തെ ആളുടെ എങ്ങനെയാണ്? 10 rupees നോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയായിരിക്കും വരേണ്ടത്? അപ്പോൾ 15 into എന്താണ് വേണ്ടത്? 50 into 10 ആണ് വേണ്ടത്. 50 10ൻ്റെ നോട്ട്സ് ആണ് വേണ്ടത്. എന്നാലാണ് എന്ത് കിട്ടുള്ളൂ? 500 രൂപ കിട്ടുള്ളൂ. ഇനിയോ മൂന്നാമത്തേൽ എന്താ ചോദിച്ചിരിക്കുന്നത്? മൂന്നാമത്തേൽ 100 rupees നോട്ട്സും ഉണ്ട്, 50 rupees നോട്ട്സും ഉണ്ട്. അതിന് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ? ഇതുപോലെ നാലാമത്തെ എന്താ തന്നിരിക്കുന്നത്? 3 types of നോട്ട്സ് നിങ്ങൾ ഇതുപോലെ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 types of നോട്ട്സ്, അതായത് 100 rupees ഉണ്ട്, 10 rupees, പിന്നെ 50 rupees. ഇത്രയായിട്ട് നിങ്ങളിത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 types of നോട്ട്സ് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് 3 types of നോട്ട്സ് അതിൽ വേണം. അപ്പോൾ നമുക്ക് നോക്കാം. 3 എണ്ണം 100ൻ്റെ ആകുമ്പോൾ 300 ആയി, 2 എണ്ണം 50ൻ്റെ ആകുമ്പോൾ 100 ആയി. അപ്പം 300 + 100 400. ഇനി 10 രൂപയുടെ നോട്ട്സ് 10 എണ്ണം. 10 രൂപയുടെ നോട്ട്സ് 10 എണ്ണാണെങ്കിൽ എത്രയാണ്? 10 × 10 100 ആണ്. അപ്പം മൊത്തം എത്രയായി? 300 + 100 + 100 എത്രയാണ്? 500. അപ്പോൾ 3 types of നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ക്രിക്കറ്റ് കളിയാണ്. ക്രിക്കറ്റ് മാച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എ ക്രിക്കറ്റ് മാച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു. ദ മാച്ച് ഈസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കർ ക്ലബ്. എന്താണ്? പാന്തേഴ്സ് ക്ലബും ടസ്കർ ക്ലബും തമ്മിലുള്ള എന്താണ്? മാച്ചാണ് അവിടെ നടക്കുന്നത്. ടസ്കർ ക്ലബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ് ടസ്കർ ക്ലബ്ബാണ് എന്ത് ചെയ്തത്? ബാറ്റിംഗ് തുടങ്ങിയത്. അപ്പോൾ ലുക്ക് അറ്റ് ദെയർ സ്കോർസ്. അവരുടെ സ്കോർസ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാങ്കോ ദ എലിഫന്റ് 125 റൺസാണ്. മട്ടൺ ദ ലയൺ 150 റൺസാണ്. സ്പീഡി ദ ഹോഴ്സ് 75 റൺസാണ്. ഇനി നോക്കാം. നൗ ജംബൻ ദ ടൈഗർ ഓഫ് ദ പാന്തേഴ്സ് ക്ലബ് ഈസ് ബാറ്റിംഗ് വിത്ത് 120 runs. അലോങ് വിത്ത് ഹിം ട്രിക്കി ഫോക്സ് ഈസ് ബാറ്റിംഗ് വിത്ത് 92 runs. ഹൗ മെനി റൺസ് ഡിഡ് ടസ്കർ ക്ലബ് സ്കോർ? എത്രയാണ്? എത്ര ഇതായിരിക്കും അവർ നേടിയിട്ടുണ്ടാവുക? 309 റൺസാണ് അവർ നേടിയിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് കിട്ടുക? നമ്മൾ മൊത്തം എന്താണ് ടസ്കർ ക്ലബിൻ്റെ സ്കോർ ആഡ് ചെയ്ത് നോക്കണം. 125 + 109 + 75. അപ്പം നമുക്ക് എത്ര കിട്ടുക? 309 എന്നാണ് ആൻസർ കിട്ടുക. ഇനി ഹൗ മെനി റൺസ് ഡു പാന്തേഴ്സ് ക്ലബ് ഹാവ് നോ? പാന്തേഴ്സ് ക്ലബിന് എത്രയാണ്? 120യും 92 ആണ് അല്ലേ? അപ്പോൾ 120 + 92 എത്രയാണ് കിട്ടുക? 212 അല്ലേ? അപ്പോൾ അവർക്ക് കിട്ടിയത് അത്രയാണ്. ഇനി ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ മാച്ച്? പാന്തേഴ്സ് ക്ലബിന് വിൻ ചെയ്യാൻ വേണ്ടി എത്രത്തോളം വേണം? അപ്പോൾ ഇവർ ഇനി വേണ്ടത് എത്രത്തോളം വേണം? അപ്പം എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 309 - 212 എത്രയാണ്? 98.
അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ആക്ടിവിറ്റി 3 നോക്കാം. റൈറ്റ് ദ മെഷേഴ്സ് എഴുതാനാണ് പറയുന്നത്. വേരിയസ് മെഷറിംഗ് അറ്റൻഡൻസസ് ആർ വെയിങ് സ്കെയിൽസ് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ മെഷർമെൻറ്റ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. ആദ്യം തന്നിരിക്കുന്നത് നൈഫ്, കത്തിയാണ് അല്ലേ? 2 times 10 milliliter ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ 200 ml 4 times. അപ്പോൾ 200 ml 4 times ആണെങ്കിൽ എത്രയായിരിക്കും? 200 × 4 200 × 4 അല്ലേ? അപ്പോൾ എത്രയാണ്? 800 എന്താണ്? 800 എന്തായിരിക്കും? മില്ലി ലിറ്റർ. 800 milliliter. 800 milliliter. ഇനി അടുത്തത് എത്രയാണ്? 1 ലിറ്ററിൻ്റെ 3 times ആണ്. 1 ലിറ്ററിൻ്റെ 3 times ആണെങ്കിൽ എത്രയായിരിക്കും? 3 ലിറ്റർ അല്ലേ? 1 ലിറ്ററിൻ്റെ 3 times 1 2 3 3 ലിറ്റർ ആയിരിക്കും. അടുത്തത് എന്താണ്? 500 ഗ്രാമിൻ്റെ 4 times ആണ്. അപ്പോൾ കിലോഗ്രാമിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. 500 grams 4 times ആണെങ്കിൽ എത്രയായിരിക്കും? 500 grams. അപ്പോൾ 1000 gram ആണ് എന്തെന്ന് പറയുന്നത്? 1 kilogram എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രാവശ്യമാണെങ്കിൽ 500 + 500 + 500 + 500. അപ്പോൾ 2000 വരും. അപ്പോൾ ഇത് 2 kilogram. 2 kilogram ആയിരിക്കും കിട്ടുക അല്ലേ? 1000 kilogram എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 kilogram. 1000 gram എന്ന് പറഞ്ഞാൽ 1 kilogram ആണ് അല്ലേ? 1000 gram എന്ന് പറഞ്ഞാൽ 1 kilogram. അപ്പോൾ 2000 gram എന്ന് പറഞ്ഞാൽ 2 kilogram ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. The height and weight of Liju in the 3rd standard are given. Write the correct unit. യൂണിറ്റ് എഴുതാനാണ് പറയുന്നത്. ഹൈറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? 128 സെൻറ്റിമീറ്റർ ആണ്. എന്താണ്? 128 സെൻറ്റിമീറ്റർ ആണ്. വെയിറ്റ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? 35 കിലോഗ്രാം. കിലോഗ്രാം. മറ്റേത് എന്താണ്? സെൻറ്റിമീറ്റർ. ആക്ടിവിറ്റി 4 വെജിറ്റബിൾ ഗാർഡൻ ആണ്. ദ പിക്ചർ ഷോസ് ദ വെജിറ്റബിൾസ് മിലൻ ഗോട്ട് ഫ്രം ദി സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ടുഡേ. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ നമ്പേഴ്സ് ഓഫ് ഈച്ച് വെജിറ്റബിൾ. ഓരോ വെജിറ്റബിളിൻ്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പംകിൻ. അപ്പോൾ പംകിൻ എത്രയാണ്? പംകിൻ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. അടുത്തത് എന്താ? ടൊമാറ്റോ എത്രയുണ്ടെന്ന് എഴുതുക. ലേഡീസ് ഫിംഗർ എത്രയുണ്ട്? പൊട്ടറ്റോ എത്രയുണ്ട്? ഓണിയൻ എത്രയുണ്ട് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടേബിൾ എങ്ങനെ പൂർത്തിയാക്കുക? നമുക്ക് കറക്റ്റ് കൗണ്ട് ചെയ്ത് എഴുതുക. പംകിൻ എത്രയുണ്ട്? 1 2 3 4 5 6 7 അങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതണം. പംകിൻ 7 ആണ്. ടൊമാറ്റോ 8 ആണ്. ലേഡീസ് ഫിംഗർ 10 ആണ്. പൊട്ടറ്റോ 6 ആണ്. ഓണിയൻ 7 ആണ്. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. നെയിം ദ വെജിറ്റബിൾ വിച്ച് ആർ സെയിം ഇൻ നമ്പർ. സെയിം നമ്പറിലുള്ളത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ സെയിം നമ്പറിൽ വരുന്ന ആരൊക്കെയാണ്? പംകിനും ഓണിയനും അല്ലേ? മത്തങ്ങയും പിന്നെന്താണ്? ഉള്ളി. പംകിൻ 7 ആണ്. ഓണിയനും എന്താണ്? 7 ആണ്. അപ്പോൾ സെയിം നമ്പർ വരുന്നത് ഇതാണ്. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ടേബിളിൽ വെച്ചിട്ട് എന്താണ്? ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ദ വെജിറ്റബിൾ ഇൻ മോർ നമ്പർ ഇൻ ദ ടേബിൾ. ഈ ടേബിളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങളെടുത്ത് എഴുതുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻസ് എഴുതാം. അല്ലെങ്കിൽ ഹൗ മെനി ലേഡീസ് ഫിംഗർ ഇൻ ദ ടേബിൾ ഇൻ ദ ഗാർഡൻ എന്ന് ചോദിക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. കാർഡ് ഗെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. കാർഡ് ഗെയിമിൽ അജയ് ആൻഡ് മിലൻ ആർ പ്ലേയിങ് കാർഡ്സ്. They took 24 cards from the box and divided them equally and started to play. അജയും മിലനും കൂടി കാർഡ് കളിക്കുകയാണ്. രണ്ടുപേരും 24 കാർഡ്സ് വീതം ബോക്സിൽ നിന്ന് എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് അവർ കളിക്കുകയാണ്. ഹൗ മെനി കാർഡ് വിൽ ഈച്ച് 1 hour. അപ്പോൾ എത്രത്തോളം കാർഡ് കിട്ടിയിട്ടുണ്ടാവും? എത്ര ഇടാം? 24/2 അല്ലേ? 24നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക്? 12 അല്ലേ? ഒരാൾക്കപ്പോൾ 12 വച്ചിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം 2 more friends joined them. 2 പേരും കൂടി, അതായത് ഫസ്റ്റ് ഗെയിമിന് ശേഷം 2 ഫ്രണ്ട്സും കൂടി അവരുടെ കൂടെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം ദേ ഡിവൈഡ് ദ കാർഡ്സ് അഗൈൻ. ഇവർ വീണ്ടും എന്ത് ചെയ്തു? കാർഡ് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കാർഡ് വീതമായിരിക്കും കിട്ടുക? അപ്പോൾ മൊത്തം 4 പേരുണ്ട് അല്ലേ?
അപ്പോൾ 24/4 എന്നാക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ മൊത്തം എത്രയായിരിക്കും? അവർക്ക് 6 കാർഡ് ഒരാൾക്ക് 6 കാർഡ് വീതമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് 24/4 അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ സം ടൈം 4 മോർ ഫ്രണ്ട്സ് കെയിം. കുറച്ച് നേരം കഴിയുമ്പോൾ 4 ഫ്രണ്ട്സും കൂടെ കൂടുതൽ വന്നു. ദേ ടുക്ക് 24 cards ഫ്രം ദ ബോക്സ് ആൻഡ് മിക്സ്ഡ് ദം വിത്ത് cards they are already playing. Then they divide cards equally to start a new game. Now how many